ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ഏതാവശ്യത്തിനും പ്രാർത്ഥിക്കാനാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഉപദേശം നൽകുന്നത്. എന്നാൽ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കർത്താവ് തന്നെ വ്യക്തമാക്കുന്ന ഒരു പ്രബോധനമാണ് ഈ കാണുന്നത്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഹൃദയവും ദൈവത്തിൻ്റെ ഹൃദയവും തമ്മിൽ ഒന്നാകാൻ പറ്റുന്ന ഒരു നല്ല അവസരമാണ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന. ഏറ്റവും കൂടുതൽ ദൈവകൃപ വർഷിക്കപ്പെടുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയിലാണ്. നമ്മുടെ ഏകാന്തതയിൽ, നമ്മുടെ ഒറ്റപ്പെടലുകളിലേക്ക് ദൈവത്തെ ക്ഷണിച്ചു വരുത്താൻ സാധിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഒരു പ്രസംഗം ഞാൻ കേൾക്കാനിടയായി. അതിൽ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ വാചാലമാകാതെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ചിലപ്പോഴെങ്കിലും ജൽപ്പനങ്ങളായി പോകാറുണ്ട്. വളരെ സ്നേഹപൂർവ്വം ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങളിൽ ഉത്തരം നൽകാൻ ദൈവത്തിന് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഒരു പിതാവിനോട് ഒരു കുഞ്ഞെന്നതുപോലെ ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു മനോവിനയം ആത്മാർത്ഥമായി കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിച്ചാൽ പ്രാർത്ഥന കൂടുതൽ ഫലവത്തായി തീരുവാനും അത് നമ്മുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും കാരണമായി തീരുവാനും ഇടയായി തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.